പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ സ്കോളർഷിപ്പ് പരീക്ഷയായ LSS പരീക്ഷയുടെ പുതിയ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. പുതിയ വിജ്ഞാപനം അനുസരിച്ച് LSS പരീക്ഷയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 2026 മുതൽ LSS പരീക്ഷയുടെ പേര് CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി മുതൽ CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്ന പേരിലാണ് അറിയപ്പെടുക. 2 പേപ്പറുകളായാണ് പരീക്ഷ നടത്തുക. പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 രാവിലെ 10 മണി മുതൽ 12 മണി വരെ 2 മണിക്കൂർ. പേപ്പർ 2 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ. പേപ്പർ 1 തിരഞ്ഞെടുത്ത പ്രതികരണമുള്ള ചോദ്യങ്ങളായിരിക്കും, അതായത് ഓപ്ഷൻ ടിക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കും. 2 മണിക്കൂറാണ് സമയം. ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമാശ്വാസ സമയവും പിന്നീട് 1.25 മണിക്കൂർ ഉത്തരം എഴുതാനുള്ള സമയവുമായിരിക്കും. പേപ്പർ 1 ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ കഴിയും വിധമുള്ള ബുക്ക്ലെറ്റ് പ്രത്യേകമായി നൽകുന്നതാണ്. പേപ്പർ 1-ൽ ആകെ 50 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ചോദ്യത്തിനും 1 സ്കോർ വീതമായിരിക്കും, അതായത് 1 മാർക്ക് വീതമായിരിക്കും. പേപ്പർ 1-ൽ 5 വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുക: മലയാളം, ഇംഗ്ലീഷ്, പരിസര പഠനം, ഗണിതം, പൊതുവിജ്ഞാനം. പേപ്പർ 1 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ 1ാം ഭാഷയിൽ നിന്നുള്ളതും 11 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷും 21 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ ഗണിതവും 31 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ പരിസര പഠനവും 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ളതായിരിക്കും. റോൾ നമ്പർ, നിർദ്ദേശങ്ങൾ മുതലായവ അടങ്ങുന്ന ആദ്യ പേജ് പ്രത്യേകമായി ഉണ്ടായിരിക്കും. 5 വിഷയങ്ങളിലായി ഓരോ മാർക്ക് വീതമുള്ള 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പേപ്പർ 1-ന് ടോട്ടൽ 50 മാർക്കായിരിക്കും. പേപ്പർ 2 വിവരണാത്മക ചോദ്യങ്ങൾ. സമയം 1:30 മുതൽ 3:30 വരെ. ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമാശ്വാസ സമയമായിരിക്കും. പേപ്പർ 2-വിൽ ഓരോ വിഷയത്തിലും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഉയർന്ന ശേഷി പരിഗണിച്ചുകൊണ്ടുള്ള വിവരണാത്മക ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുക. പേപ്പർ 2-വിൽ ബുക്ക്ലെറ്റ് രൂപത്തിലുള്ളതും ഓരോ ചോദ്യത്തിനും തൊട്ടു താഴെ ഉത്തരം എഴുതാൻ സ്ഥലമുണ്ടായിരിക്കും. പേപ്പർ 2-വിൽ ആകെ 6 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓരോ ചോദ്യത്തിനും 5 സ്കോർ വീതം ആകെ 30 സ്കോറാണ് ഉണ്ടായിരിക്കുക. പേപ്പർ 2-വിൽ ആകെ 4 വിഷയങ്ങളാണ്: മലയാളം, ഇംഗ്ലീഷ്, പരിസര പഠനം, ഗണിതം. പൊതുവിജ്ഞാനം ഉണ്ടായിരിക്കില്ല. 1-2 ചോദ്യങ്ങൾ 1ാം ഭാഷയിൽ നിന്നുള്ളതായിരിക്കും, അതായത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളതായിരിക്കും. 3ാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ നിന്നുള്ളതും 4-5 ഗണിതത്തിൽ നിന്നുള്ളതും 6ാമത്തെ ചോദ്യം പരിസര പഠനത്തിൽ നിന്നുള്ളതുമായിരിക്കും. 4 വിഷയങ്ങളിലായി 6 ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. പേപ്പർ 2 ടോട്ടൽ 30 മാർക്കിന്. CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയുടെ വിഷയങ്ങളും അതുപോലെ ഓരോ വിഷയത്തിനും വന്നിട്ടുള്ള മാർക്കുകൾ മനസ്സിലായല്ലോ. പേപ്പർ 1-ന് 50 മാർക്ക്, പേപ്പർ 2 30 മാർക്ക്, ടോട്ടൽ 80 മാർക്കിനാണ്. ഇനി പരീക്ഷ എഴുതാനുള്ള യോഗ്യത. പ്രധാനമായും 3 യോഗ്യതാ മാനദണ്ഡങ്ങളാണുള്ളത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ, അതായത് ഗവൺമെൻറ്, എയ്ഡഡ്, അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക. ഈ വർഷം മുതൽ 2ാം ടേം വിലയിരുത്തലിൽ, അതായത് സെക്കൻഡ് ടേം എക്സാമിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങളിൽ A ഗ്രേഡ് നേടിയിരിക്കണം. മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം B ഗ്രേഡ് ആയ കുട്ടികൾ ഉപജില്ലാ ശാസ്ത്രോത്സവം, കലാ കായിക പ്രവൃത്തി പരിചയ, ഗണിത, സോഷ്യൽ സയൻസ് വിദ്യാരംഗ മേളകളിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ A ഗ്രേഡോ B ഗ്രേഡോ 1ാം സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, അതായത് SC, ST, OEC കുട്ടികൾക്ക് ഏതെങ്കിലും 2 വിഷയത്തിൽ A ഗ്രേഡും 2 വിഷയത്തിൽ B ഗ്രേഡും ഉണ്ടെങ്കിലും അവർക്കും പരീക്ഷ എഴുതാവുന്നതാണ്. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഈ വർഷത്തെ പരീക്ഷാ തീയതി 2026 ഫെബ്രുവരി 26 വ്യാഴം. നമ്മുടെ എക്സാം 80 മാർക്കിനാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ജയിക്കാനുള്ള മാർക്ക് എത്രയാണെന്ന് അറിയിച്ചിട്ടില്ല, പിന്നീട് അറിയിക്കുമെന്നാണ് പരീക്ഷാഭവൻ അറിയിച്ചിട്ടുള്ളത്. എക്സാമുമായിട്ട് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് അറിയിക്കാം കേട്ടോ. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്, ഇനിയും നൽകുന്നതായിരിക്കും. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ്.